സാറേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് ജി സുധാകരൻ. അദ്ദേഹം ചോദിക്കുകയാണ് കേരളം എവിടെയാണ് ഒന്നാമത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ റോഡിലിറങ്ങിയാൽ ജനങ്ങളെ വെട്ടിക്കൊല്ലുകയാണ്. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിമർശകനായി ജി സുധാകരൻ മാറിയിട്ടുണ്ടോ? ജി സുധാകരൻ മുൻ മന്ത്രിയും കൂടിയാണത്. മുൻ മന്ത്രിയായ ജി സുധാകരനാണ് ഇപ്പോൾ വി ഡി സതീശിനെക്കാളിലും ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സത്യം അദ്ദേഹം വിളിച്ചു പറയുന്നു. ആരെയും ഭയക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ തരം താഴ്ത്താവുന്നിടത്തോളം തരം താഴ്ത്തി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് ഒതുക്കിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സത്യസന്ധനായ, അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ലാത്ത, പറയാൻ ധാർമ്മിക അവകാശമുള്ള ഒരു വ്യക്തിയാണ് ജി സുധാകരൻ എന്നുള്ള പക്ഷത്തിൽ യാതൊരു വിധമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയും ഉണ്ടാവാൻ സാധ്യതയുമില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയ തന്നെയല്ലേ? വെളിയിലിറങ്ങിയ നമ്മുടെ ജീവൻ എന്ത് സുരക്ഷിതയാണ്, സുരക്ഷിതത്വമാണുള്ളത്. നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകേണ്ടത് ആരാണ്? ഗവൺമെൻറ്റാണ്. ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടോ? എന്തെങ്കിലും സുരക്ഷയുണ്ടോ? പ്രതികളെ ജാമ്യത്തിൽ വിട്ടിട്ട് ആളുകളെ കൊല്ലുക, കൊലക്കേസ് പ്രതികളെ അവരുടെ ശിക്ഷാകാലാവധി കഴിയും മുമ്പേ അഴിച്ചുവിട്ടിരിക്കുക. ഈ കൊടിസുനിക്ക് ജാമ്യം അനുവദിച്ച് നമ്മൾ കണ്ടില്ലേ? ആനുകൂല്യ ഇളവ് അനുവദിച്ചു കൊടുത്തു നമ്മൾ കണ്ടില്ലേ? ഇതുപോലെ നിഷ്ഠുരരായ ഗുണ്ടാ നേതാക്കളെ വരെ ജനങ്ങളോട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഇളവ് അനുവദിച്ചു കൊടുത്തുകൊണ്ട് നടത്തുന്ന ഗുണ്ടകൾക്കിലെ സുവർണകാലമാണ്, വസന്തകാലം. ഗുണ്ടാരാജാണ്. യു പിയെ പറ്റി നമ്മൾ പണ്ട് പറഞ്ഞ അതേ കാര്യം തന്നെ അഖിലേഷ് യാദവിൻ്റെ കാലത്ത് ഗുണ്ടാരാജിൻ്റെ തലസ്ഥാനമായിട്ട് ഇന്ന് കേരളം മാറിയിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ദാ ജി സുധാകരനും പറഞ്ഞിരിക്കുന്ന ആരെയും ഭയക്കാതെ എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വരി അതാണല്ലേ, റോഡിലിറങ്ങിയാൽ വെട്ടിക്കൊല്ലുക. ഒരാളുടെ ജീവൻ ഒരു സുരക്ഷിതത്വവും ഇല്ല. അല്ലെങ്കിൽ തന്നെ റോഡ് അപകടങ്ങളുടെ തലസ്ഥാനമായിട്ട് കേരളം മാറിയിട്ട് എത്ര ദിവസവും അപകടമില്ലാത്ത ദിവസങ്ങളുണ്ടോ? എത്ര പേരാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്? ഗവൺമെൻറ് ഇത് വല്ലതും ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? അവർ ബ്രൂവറിയുടെ പുറകെ, അതുപോലെ തന്നെ ഷെറിനെ പുറത്തുവിടുന്നതിന് പിറകെ ഇങ്ങനെ നടന്ന് കേന്ദ്രവുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് പുറകെ, കേന്ദ്രത്തെ ആക്ഷേപിക്കുന്നതിന് പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭരണം നടക്കുന്നുണ്ടോ? ഇവിടെ ഭരണം ശരിക്കും നടക്കുന്നുണ്ടോ? മന്ത്രിസഭയും കൂടിയാണ് ഷെറിന് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തത്. ഈ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനേക്കാളും ഷെറിൻ്റെയും മന്ത്രിസഭയിലെ ഏതോ ഒരു മന്ത്രിയുടെയും താല്പര്യങ്ങൾ. അങ്ങനെ പറയുമോ? ജയിലിലെ അധിക ചിലവ് കൊണ്ട് പ്രതികളെല്ലാം നാട്ടിലേക്ക് ഇറക്കി വിടുന്നു. അല്ല, അധിക ചെലവ് എന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ ചെലവിൽ അവർ ഇനി കുറ്റകൃത്യങ്ങൾ, ജയിലിനുള്ളിൽ അധിക ചെലവാണ് ഇവരെല്ലാം പോറ്റാൻ വേണ്ടി. ഇനി പിന്നെ പാവപ്പെട്ട എത്രയോ കേസുകളുണ്ട്. 20 വർഷത്തിലധികമായി രോഗം പിടിപെട്ട് രോഗിണികളായിട്ട് ജയിലിൽ കഴിയുന്ന എത്രയോ അമ്മമാരുണ്ട്, പെൺകുട്ടികളുണ്ട്. ഒരുപക്ഷെ അവരെ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പൊന്നുമില്ല. എല്ലാവരും ഒന്നും ഉറപ്പൊന്നുമില്ല. ആ അധികമായിട്ടുള്ള ആ സമ്പത്തിൻ്റെയൊക്കെ ആ ഒരു സമ്മർദ്ദം കൊണ്ടുമൊക്കെ ചിലപ്പോൾ ഇവർക്ക് വാദിക്കാനുള്ള ശേഷി, ഇവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടും കെണിയിൽ പോയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. എങ്ങനെ വാദിക്കണമെന്നറിയാൻ വയ്യാതെ ഇതിന് സൗജന്യമായിട്ടുള്ള നീതി ലഭിക്കുന്ന, സൗജന്യമായിട്ടുള്ള വക്കാലത്ത് ലഭിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നുള്ള അറിവ് പോലുമില്ലാത്ത അജ്ഞരായിട്ടുള്ള ആൾക്കാർ പെട്ടുപോകാറുണ്ട്. അങ്ങനെയുള്ള കേസുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ കള്ളത്തെളിവുകളുടെ പേരിൽ ഒക്കെ ഇങ്ങനെ പെട്ടുപോകുന്ന ആൾക്കാർ അവരവരുടെ അവകാശത്തെക്കുറിച്ച് നമ്മുടെ സ്റ്റേറ്റ് അവർക്ക് സൗജന്യമായിട്ടുള്ള വക്കാലത്ത് നൽകുന്നുണ്ട്, സൗജന്യ അഭിഭാഷക സേവനം നൽകുന്നുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് എത്ര പേർക്കറിയും? ആർക്കും അറിയില്ല. പാവങ്ങൾക്ക് അജ്ഞരാണ്. അതിൻ്റെ പേരിൽ പെട്ടുപോയ ആൾക്കാരും ധാരാളമായിട്ടുണ്ട്, വാദിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ. അവരെയൊക്കെ മോചിപ്പിച്ചുകൂടെ? പാവങ്ങളുടെ സർക്കാരാണെന്നാണല്ലോ അവകാശപ്പെടുന്നത്. എത്രയോ പേര് അങ്ങനെയുണ്ട്. ഷെറിന് വളരെ സമ്പന്നമായ കുടുംബത്തിലെ അംഗമാണ്. സ്വന്തം ഭർത്തൃപിതാവിനെ വെട്ടിക്കൊന്ന ആൾക്ക് അവിടെ അതും കൂടെ ഉദ്ദേശിച്ചു, അതും ഉള്ളിൽ കൊണ്ടായിരിക്കണം അദ്ദേഹം അത് പറയാനിടയായത്. ഈ ശ്രമങ്ങൾ അദ്ദേഹം ഇത് പറയുമ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നേ ഉള്ളൂ, അത് മനസ്സിൽ കണ്ടായിരിക്കണം പറഞ്ഞത്. അതുകൂടാതെ അദ്ദേഹം വളരെ പ്രധാന, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ടായിരിക്കും അദ്ദേഹത്തെ ഒതുക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ. സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് നാം കണ്ടിരുന്നു. അച്യുതാനന്ദനെ ഒതുക്കിയത് അങ്ങനെയല്ലേ? സത്യം പറയുന്നവരെ എല്ലാം ഒരു സ്ഥാനവും ഇല്ലാതെ പോവുക. സത്യം പറയുന്നവർ വേണ്ട സത്യാനന്തര യുഗത്തിൽ. കള്ളം പറയുന്നവരും അഴിമതി കാണിക്കുന്നവരും മാത്രം മതി. പിന്നെ സ്തുതിഗീതി പാടുന്നവരും മാത്രം മതി. അതാണല്ലോ ഇപ്പോൾ ഈയിടെ പുതിയ സ്തുതിഗീതി വന്നല്ലോ, ബാനർ വെച്ചുകൊണ്ട് നോക്കി.
അതിലങ്ങ് അഭിനയിക്കുക. എപ്പോഴും പരാതികൾ പറയുമ്പോൾ ഒരു സ്തുതിഗീതം കേൾക്കുമ്പോൾ ചിലർക്ക് അലോഹ്യമുണ്ട്. നാണക്കേടാണിത്. ഇങ്ങനെയുള്ള സ്തുതിഗീതവും പാടിക്കൊണ്ട് എന്തൊക്കെയാണ് ചെങ്കതിരിൻ്റെ ചെങ്കനൽ എന്താ പറയുന്നത് ഓർമ്മയുണ്ടോ ആ പറ്റികൾ? ചെങ്കനൽ ഇതാര് നമ്മുടെ ഈ പിന്നെ സൂര്യൻ വഞ്ചീശമംഗളമൊക്കെ പാടുന്ന പോലെ പാടും. നാണമല്ലേ? ഈ നാട്ടിലാണ് നവോത്ഥാനം അങ്ങനെയുള്ള പുരോഗമനം പരിഷ്കാരത്തെക്കുറിച്ച് പറയാം. നാണമില്ലേ നിങ്ങൾക്ക്? ആരാ നിങ്ങൾ? രാജാവ്, കേരളത്തിൻ്റെ രാജാവ്. അഭിനയിക്കാൻ ഇറങ്ങുമോ? സ്കൂളിലൊക്കെ കുറച്ച് വിവരമുള്ള കമ്മ്യൂണിസം പഠിച്ച ആളല്ലേ, പ്രാർത്ഥനാ ഗീതികളിലൊക്കെ ഇത് ഉൾപ്പെടുത്തട്ടെ. പിണറായി മംഗളം എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുത്തട്ടെ. ഇങ്ങനെയാണോ ഒരു വ്യക്തി? സ്തുതിഗീതങ്ങൾ കൊണ്ടാണോ ഓരോ DK ബറുവ ഇന്ദിരയെക്കുറിച്ച് പറഞ്ഞ പോലെ ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര? ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തുല്യമായിട്ട് അല്ല. അങ്ങനെ നമ്മൾ വീണ്ടും സുധാകരനിലേക്ക് വരികയാണെങ്കിൽ സുധാകരന് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിക്കൂടെ? കാരണം അദ്ദേഹം ഒരു ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ വിമർശനം ഉന്നയിച്ചാൽ ആരെങ്കിലും അതിനെ അംഗീകരിക്കുമോ? പിണറായിയാണ് കേരളം, കേരളമാണ് പിണറായി എന്ന് പറയുന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് CPM കേഡറുകളെല്ലാം നടക്കുന്നത്. അതിനോടൊപ്പം നിൽക്കുന്ന ആളല്ല സുധാകരൻ. അദ്ദേഹം അതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം ഉന്നയിച്ച് ആരെങ്കിലും പരിഗണിക്കുമോ? അല്ല, പാർട്ടിക്കുള്ളിൽ അങ്ങനെ പരിഗണിക്കില്ല. പിണറായി പക്ഷം അല്ലാത്ത പക്ഷം പറയുന്നവരെ ഒതുക്കും. അവരെല്ലാം ഒതുക്കിയിട്ടുണ്ട്. VK ഗുരുദാസൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെയുള്ളവരെല്ലാം ഒതുക്കി ഇല്ലാതാക്കി വെട്ടി നിരത്തി കഴിഞ്ഞു. ആരും ഇനി അവശേഷിക്കുന്നില്ല. അല്ല, മറ്റുള്ളവർ ചൂട് മാറ്റി കാല് മാറ്റി പിണറായിയോടൊപ്പം വന്നു. അങ്ങനെ ധാരാളം. കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ ശിവൻകുട്ടി, ഇവരെല്ലാം അങ്ങനെ കാല് മാറി പിണറായിയോടൊപ്പം ചേർന്നവരാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക്. അല്ലാത്തവർക്ക് രക്ഷയില്ല പാർട്ടിയിൽ എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. അതാണ് ഒഫീഷ്യൽ പക്ഷം എന്ന് പറയുന്നത്. ആ ഒഫീഷ്യൽ പക്ഷമാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. അദ്ദേഹത്തിനെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്ഥാനം എന്താണെന്ന് നമ്മൾ TP ചന്ദ്രശേഖരൻ്റെ ആ ഒരു സംഭവത്തിലൂടെ, ട്രാജഡിയിലൂടെ, ദുരന്തത്തിലൂടെ നമ്മൾ കണ്ടതുമാണല്ലോ. അത് അന്യഥാ ചിന്തിതം. വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാടങ്ങൻ അരാജകത്വം എന്നുള്ള ഒരു പച്ച പരമാർത്ഥം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പിണറായി എതിർത്തൊന്നും അല്ല അദ്ദേഹം പച്ച പരമാർത്ഥം അങ്ങ് വിളിച്ചു പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ളവരാണ് ഈ അസത്യത്തിൻ്റെ ശത്രുക്കളായിട്ട് തീരുന്നത്. അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത്. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി അദ്ദേഹം ഉന്നയിച്ചു. അതായത് ജാതി, മതം, ഇതൊക്കെ പാർട്ടിയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു. ഈഴവരെയൊക്കെ ഒരുമിച്ച് നിർത്താൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ള ഒരു വാദം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് CPMൽ തന്നെ. അപ്പോൾ എന്താ കുഴപ്പം? അദ്ദേഹം പറയുന്നത് അങ്ങനെ നമ്മൾ ഒരു വിഭാഗത്തെ മാത്രം കയ്യിലെടുക്കുമ്പോൾ മറുവിഭാഗം നമ്മളിൽ അകലുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ അല്ല പറയുമ്പോഴും പാർട്ടിയുടെ അടിത്തറയെന്നും ആ പിന്നോക്ക വിഭാഗങ്ങളാണല്ലോ. തന്നെയല്ല, ഇദ്ദേഹത്തിനെ തഴയുകയാണെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. വളരെ വലിയൊരു നേട്ടമാണ്. ജനങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാകുന്ന ഒരു കരയാണ് ഇരുകരകളിലുമുള്ള ജനങ്ങൾക്ക്. അവരുടെ ചിരകാല അഭിലാഷമാണ്, സാധ്യതപ്രായത്. അങ്ങനെ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം, അതിന് 100 കോടി അനുവദിച്ചു കൊടുത്ത് ഇദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ്. ഉദ്ഘാടനത്തിന് ഇദ്ദേഹത്തെ വിളിച്ചില്ല, മറന്നു. ആരിഫ് എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ ജനപ്രതിനിധി. അപ്പോൾ ഈ രീതിയിലാണ് സുധാകരൻ എന്ന് പറയുന്ന സത്യസന്ധനായ ഈ മാർക്സിസ്റ്റുകാരനെ, സ്വന്തം സഹോദരനെ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി നഷ്ടപ്പെട്ട ആ മനുഷ്യനെ ഇപ്പോൾ പാർട്ടിയും പാർട്ടിയുടെ ജനപ്രതിനിധികളും സഖാക്കളും എല്ലാം കാണുന്നതും കരുതുന്നതും. അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.